സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. PSC പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതും അതുപോലെ ആനുകാലികവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം ബ്രിജേഷ് മിശ്രയാണ്. ബ്രിജേഷ് മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ്. രണ്ടാമത്തെ ചോദ്യം, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചതാരാണ്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് ആരാണ്? ഉത്തരം SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത്. മൂന്നാമത്തെ ചോദ്യം, രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ് ഇപ്പോൾ രാജസ്ഥാൻ കനാൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, നബാർഡ് ചെയർമാനെ ആരാണ് നിയമിക്കുന്നത്? നബാർഡ് ചെയർമാനെ ആരാണ് നിയമിക്കുന്നത്? ഉത്തരം ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് നബാർഡ് ചെയർമാനെ നിയമിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായ സ്ഥലം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായ സ്ഥലം ഐരാപുരമാണ്. ഐരാപുരത്താണ് കേരളത്തിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത്. ആറാമത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ ഒരേട് ആരുടെ ആത്മകഥയാണ്? ജീവിതത്തിൻ്റെ ഒരേട് എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ ഒരേട്. ഏഴാമത്തെ ചോദ്യം, വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ആരാണ് എഴുതിയത്? വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയത്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓടക്കാലിയാണ്. ഓടക്കാലിയിലാണ് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് ഏതാണ്? സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. നാഥുല ചുരമാണ് സിൽക്ക് പാത എന്നറിയപ്പെടുന്നത്. ഒൻപതാമത്തെ ചോദ്യം, സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. പത്താമത്തെ ചോദ്യം, ചെകുത്താൻ്റെ സംഗീതം എന്നറിയപ്പെടുന്നത് പോപ്പ് സംഗീതമാണ്. ചെകുത്താൻ്റെ സംഗീതം എന്നറിയപ്പെടുന്നത് പോപ്പ് സംഗീതമാണ്. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം ഏതാണ്? ഉത്തരം വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ആദ്യത്തെ സ്വാഭാവിക തുറമുഖം. 12ാമത്തെ ചോദ്യം, ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ്? ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മുതിരപ്പുഴയാണ്. മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് മോണലോവ. അല്ലെങ്കിൽ മൗനലോവ എന്നും കാണാം, മോണലോവ എന്ന് കാണാം. ഏതായാലും കറക്റ്റാണ്, മോണലോവ. 14ാമത്തെ ചോദ്യം, കേരള മുഖ്യമന്ത്രിമാരിൽ ഗവർണർ ആയി നിയമിക്കപ്പെട്ട ഏക വ്യക്തി ആരാണ്? കേരള മുഖ്യമന്ത്രിമാരിൽ ഗവർണറായി നിയമിക്കപ്പെട്ട ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് കേരള മുഖ്യമന്ത്രിമാരിൽ ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട ഏക വ്യക്തി. 15ാമത്തെ ചോദ്യം, സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്താണ്? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവാണ് ഇന്ത്യൻ്റെ ആദ്യത്തെ വൈസ്രോയി. 17ാമത്തെ ചോദ്യം, അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ്? അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരമാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥ. 18ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ക്യാബിനറ്റ് സെക്രട്ടറി ആയ മലയാളി ആരാണ്? NR പിള്ളയാണ്. NR പിള്ളയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മലയാളി. 19ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാന സർക്കാരാണ് താൻസൻ സമ്മാനം നൽകുന്നത്? ഏത് സംസ്ഥാന സർക്കാരാണ് താൻസൻ സമ്മാനം നൽകുന്നത്? ഉത്തരം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ സംസ്ഥാന സർക്കാരാണ് താൻസൻ സമ്മാനം നൽകുന്നത്. 20ാമത്തെ ചോദ്യം, തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലഡാക്കാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 22ാമത്തെ ചോദ്യം, മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന നേടിയ വനിത ആരാണ്? മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന നേടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ഭാരതരത്ന നേടിയ വനിത. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ളത്. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. പണിയർ എന്ന് പറയുന്ന വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സണാണ് സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ. 27ാമത്തെ ചോദ്യം, കാറൽ മാക്സിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കാറൽ മാക്സിന്റെ ജന്മസ്ഥലം ജർമ്മനിയാണ്. ജർമ്മനിയാണ് കാറൽ മാക്സിന്റെ ജന്മസ്ഥലം. 28ാമത്തെ ചോദ്യം, ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. ബിഷപ്പ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉമിയം. ഉമിയം തടാകം എന്നാണ് അറിയപ്പെടുന്നത്. ബിഷപ്പ് വെള്ളച്ചാട്ടം ഉള്ളത് ഉമിയം തടാകത്തിലാണ്. 31, പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്താണ്? സുഷമ സ്വരാജ് ഭവൻ എന്നാണ്. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ. 32ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ. തഞ്ചാവൂരാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലം. 33ാമത്തെ ചോദ്യം, സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? യമുന നദിക്കാണ്. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ യമുന നദിയാണ്. യമുന നദി. 34ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? സെലിനിയം. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് സെലിനിയം. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ദുവാ പാളി കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിൽ ദുവാ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണിലാണ്. മനുഷ്യന്റെ കണ്ണിലാണ് ദുവാ പാളി കാണപ്പെടുന്നത്. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവമാണ് തിരുവോണം. അപ്പോൾ തിരുവോണമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം. 38ാമത്തെ ചോദ്യം, കർഷകർക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ ഏതാണ്? കർഷകർക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനലാണ് കിസാൻ. 39ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. 30ാമത്തെ ചോദ്യം, കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ. കേന്ദ്രഭരണ പ്രദേശമാണ്. കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 41, ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. 42ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി സിംല കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് സിംല കരാർ ഒപ്പിട്ട രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനാണ് ഇന്ത്യയുമായിട്ട് സിംല കരാർ ഒപ്പിട്ട രാജ്യം. 43ാമത്തെ ചോദ്യം, ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ആദ്യമായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് ആദ്യമായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. കൃഷി. 45ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ നഗരം ഏതാണ്? ഇന്ത്യയിലെ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ നഗരം
ചെന്നൈയാണ്, ചെന്നൈ. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഗീർ വനം. ഗീർ വനത്തിലാണ് ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്നത്. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 50ാമത്തെ ചോദ്യം, പുള്ളിമാൻ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചതാരാണ്? പുള്ളിമാൻ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട്. ഓക്കെ, നമ്മളിപ്പോൾ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതും 50 നമ്മൾ ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.